എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഡോഫ്ലമിംഗോ അവനാണെങ്കിൽ കണ്ണ് തുറന്ന് ലൂഫിക്ക് നേരെ വരികയാണ്. ഡോഫ്ലമിംഗോ എഴുന്നേറ്റ് വരുന്നത് കാണേണ്ട താമസം അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് അവരുടെ കൂടെയുള്ളവരെയും കൂട്ടി ദൂരേക്ക് ഓടും. ഇവിടെ ലൂഫി അവനാണെങ്കിൽ ഇപ്പൊ പവറില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാതെ കൂടി ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവൻ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അവന്റെ ബോഡിയിലേക്ക് തന്നെ നോക്കും. ലൂഫിയുടെ ഇടിയിൽ അവന്റെ ഇന്റേണൽ ഓർഗൻസ് അത് വീണ്ടും ഇവിടെ പൊടിയായിരിക്കുകയാണ്. ലൂഫി അവൻ വീണ്ടും പവർ ആർജിക്കുന്നതിനുള്ളിൽ എത്രയും വേഗം അവനെ തന്നെ ഹീൽ ചെയ്ത് ലൂഫിയെ തിരികെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പോ അവന്റെ കൈ അവന്റെ വയറിനോട് ചേർന്ന് വെക്കും. അടുത്ത നിമിഷം അവന്റെ വെബ് പവർ അതങ്ങനെ അവന്റെ ബോഡിയിൽ വർക്ക് ചെയ്ത് അവന്റെ തകർന്നു പോയ ഇന്റേണൽ ഓർഗൻസ് അത് വീണ്ടും ബാക്ക് ടു നോർമൽ ആക്കുകയാണ്. ലൂഫി അവന്റെ ബോഡി അത് പതിയൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും മൊത്തത്തിൽ അവന്റെ കൺട്രോൾ നശിച്ച് താഴേക്ക് വീഴുകയാണ്. അവന് ചുറ്റും ഒരുപാട് ജനങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അവനെ സഹായിക്കാനോ ഒന്ന് കൈപിടിച്ചുയർത്താനോ ഒരല്പം വെള്ളമോ ഭക്ഷണമോ കൊടുക്കാനോ തയ്യാറാവില്ല. അവരെല്ലാവരും അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രം അങ്ങനെ മുൻപോട്ടേക്ക് ഓടുകയാണ്. സത്യത്തില് അവർക്ക് വേണ്ടിയാണ് ലൂഫി ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവർ ഓർക്കാൻ പോലും തയ്യാറാവുന്നില്ല. കിങ് ഓൾറെഡി ആ കാര്യം തുറന്നു പറഞ്ഞതാണ്. പക്ഷെ ജനങ്ങള് അവരിൽ പലരും ലൂഫിയെ വെറും ഒരു പൈറട്ടായിട്ട് മാത്രമായിരിക്കും കാണുക. അവൻ വെറും ഒരു പൈറട്ടാണ്, ഒരുപക്ഷെ ഡോഫ്ലമിംഗോയെ പോലെ അവനൊരു രക്ഷകനാണെന്ന് പറഞ്ഞ് നമ്മളെ ചതിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവരാരും ലൂഫിയെ സഹായിക്കാതെ അവനെ തള്ളി പറയാനായിട്ട് തുടങ്ങും. ലൂഫിക്കാണെങ്കിൽ ഇപ്പോൾ ഒട്ടും ജീവനില്ല. അടുത്ത നിമിഷം ആരോ ഒരാൾ വന്ന് ലൂഫിയുടെ കൈ പിടിച്ച് മുകളിലേക്ക് ഉയർത്തുകയാണ്. അത് മറ്റാരുമല്ല, പാലസിലുണ്ടായിരുന്ന ആ ഒരു ആങ്കർ ആണെങ്കിൽ ലൂഫിയോട് ചോദിക്കും, ലൂഫി ഇത് ഞാനാണ്. ഫൈറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് ബിൽഡപ്പ് ഒക്കെ തന്ന് നിന്നെ സപ്പോർട്ട് ചെയ്ത ആ ആങ്കർ, എന്നെ നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് എന്താ പറ്റിയേ? നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. അതിന് ലൂഫി അവൻ ആങ്കറിനോട് പറയും, ഞാൻ എൻ്റെ 4th ഗിയർ പവർ അത് ഒരുപാട് നേരം ഉപയോഗിച്ചു. ഇനി എനിക്ക് വീണ്ടും എൻ്റെ പവർ ഉപയോഗിക്കണമെങ്കിൽ 10 മിനിറ്റ് സേഫ് ആയിട്ടൊരു സ്ഥലത്ത് ഇരുന്നേ പറ്റൂ. അതിനുശേഷം മാത്രമേ എനിക്ക് എൻ്റെ പവർ ഉപയോഗിക്കാനാവൂ. അതുവരെ ഡോഫ്ലമിംഗോയുടെ ശ്രദ്ധയിൽപ്പെടാതെ എന്നെ എവിടെയെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്യാമോ? അവനാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. അവൻ ചുറ്റും നോക്കും. ഡോഫ്ലമിംഗോ അവന്റെ എല്ലാ പരുക്കുകളും സ്ട്രിങ് പവർ ഉപയോഗിച്ച് നോർമലാക്കി മാറ്റിയിരിക്കുകയാണ്. ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ ലൂഫിയുടെ അവസ്ഥ കണ്ട് ഭയങ്കര സന്തോഷം. കാരണം ഇനി അവനെ കൊണ്ട് ഈസി ആയിട്ട് ലൂഫിയെ തകർക്കാൻ പറ്റും. അവന്റെ സ്ട്രെങ്ത് ഒക്കെ ഡബിളാക്കി ലൂഫിക്ക് നേരെ ഫ്ലൈ ചെയ്ത് വരികയാണ്. ഇവിടെ ആങ്കർ ആണെങ്കിൽ ലൂഫിയോട് ചോദിക്കും, സത്യം പറയും, 10 മിനിറ്റ് നിന്നെ സേഫ് ആയിട്ട് ഒരു ഭാഗത്ത് ഇരുത്തുകയാണെങ്കിൽ നിന്നെ കൊണ്ട് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയോ? ഡോഫ്ലമിംഗോയെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി ഈ ഒരു സ്ട്രിങ് പവർ അത് നിനക്ക് നശിപ്പിക്കാൻ പറ്റുമോ? അതിന് ലൂഫി, എന്നെ കൊണ്ട് പറ്റും. 10 മിനിറ്റ് മാത്രം നിങ്ങൾ എനിക്ക് തന്നാ മതി. അതിന് ആങ്കർ ആണെങ്കിൽ ഇപ്പൊ അവന്റെ പടയോട് നിലവിളിച്ചു പറയും, ഒരു 10 മിനിറ്റ് നമ്മുടെ കിങ് ലൂഫിക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം. അതിന് അവരെല്ലാവരും കൈ ഉയർത്തി തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുമെന്ന് പറയും. ആക്ച്വലി ഇവർ മറ്റാരുമല്ല, പാലസിൽ ഫൈറ്റ് ചെയ്ത ആ കണ്ടസ്റ്റൻസ് ആണ്. അവരെല്ലാവരും ഇപ്പൊ ഡോഫ്ലമിംഗോയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം അവരെല്ലാവരും ഡോഫ്ലമിംഗോയെ റൗണ്ട് ചെയ്യാണ്. ആങ്കർ ആണെങ്കിൽ മറ്റൊന്നും നോക്കില്ല, ലൂഫി അങ്ങനെ തട്ടി തോളിൽ കയറ്റി അവിടുന്ന് ഉഷാറായിട്ട് ഓടുകയാണ്. മാത്രമല്ല ലൂഫിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കുറച്ചാളുകളെ ആങ്കർ അവന്റെ കൂടെ കൂട്ടും. ഇൻ കേസ് ഡോഫ്ലമിംഗോ അവർക്ക് പ്രതിബന്ധമായിട്ട് വരികയാണെങ്കിൽ അവനെ ഹാൻഡിൽ ചെയ്യാൻ. ലൂഫി ആണെങ്കിൽ അവരുടെ തൊട്ടു മുൻപിൽ എന്തോ ഒന്ന് കണ്ട് പേടിക്കും. അത് മറ്റാരുമല്ല, ആ ബ്ലാക്ക് ബിയേർഡിന്റെ അസിസ്റ്റന്റ് വെർജസ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ലൂഫിയെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല. ആങ്കർ ആണെങ്കിൽ അവനെ കൊണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഇവിടെ വെർജസ് ലൂഫിക്ക് നേരെ കത്തി നീട്ടുമ്പോഴായിരിക്കും നമ്മുടെ സാബോ അവനവിടേക്ക് ചാടി വീണ് ഇപ്പൊ വെർജസിനെ തല്ലി താഴെയിടുകയാണ്. ലൂഫിക്കാണെങ്കിൽ സാബോയെ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷാവും. സാബോ ആണെങ്കിൽ വെർജസിനെ പിടിച്ച് വലിച്ച് അറഞ്ചം പുറഞ്ഞ തല്ലുകയാണ്. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ബ്രദറിന്റെ മേലെ കൈവെക്കും. സാബോ അവന്റെ പൈപ്പൊക്കെ നീട്ടി ആ വെർജസിനെ അവനെ പേടിപ്പിക്കുകയാണ്. സത്യത്തിൽ സാബോയെ കണ്ടു പേടിച്ചത് അവിടെ ഉണ്ടായിരുന്ന ബാക്കി കോമ്പറ്റീറ്റേഴ്സ് ആണ്. അവർക്ക് നന്നായിട്ട് അറിയാം അവൻ റെവല്യൂഷണറി ആർമിയുടെ സെക്കൻഡ് കമാൻഡർ ആണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. വെർജസ് ആണെങ്കിൽ വണ്ടർ അടിച്ച് ചോദിക്കും, സാബോ നിനക്കും ഈ ലൂഫിക്കും തമ്മിൽ എന്താ കണക്ഷൻ? അതിന് സാബോ പറയും, ഞാനും ലൂഫിയും എയ്സും ഞങ്ങൾ 3 പേരും ബ്രദേഴ്സ് ആണ്. നീയും നിന്റെ
കിങ് ആ ബ്ലാക്ക് ബിയേർഡ്, നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് എൻ്റെ ബ്രദർ എയ്സിനെ വേൾഡ് ഗവൺമെന്റിന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തത്. അവനെ കൊല്ലാൻ ഇടയാക്കിയത് നിങ്ങളാണെന്ന് പറഞ്ഞ സാബു ആണെങ്കിൽ അവനെ നോക്കി അങ്ങനെ പല്ല് കടിക്കുകയാണ്. സാബു ആണെങ്കിൽ ഒരു സെക്കൻഡ് ബ്ലാക്ക് ബിയേർഡുമായിട്ട് എയ്സ് ഫൈറ്റ് ചെയ്തതും അതിനുശേഷം ഗവൺമെന്റിനോട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഫൈറ്റ് ചെയ്തിട്ടും എയ്സിന്റെ ജീവൻ അത് അവിടെ വെച്ച് നഷ്ടമായ കാര്യങ്ങളും എല്ലാം ആലോചിക്കുകയാണ്. സാബോ ദേഷ്യപ്പെട്ട് ഇപ്പൊ വെർജസിനോട് പറയും, എനിക്കിനി ഈ ലോകത്ത് ആകെ ബാക്കിയുള്ളത് എൻ്റെ ബ്രദർ ലൂഫി മാത്രമാണ്. അവന്റെ ദേഹത്ത് തൊട്ടാ നീ വിവരം അറിയും. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ വെർജസ് അവൻ പൊട്ടിച്ചിരിച്ച് സാബോയെ കളിയാക്കും. നിങ്ങൾ തമ്മിൽ ആക്ച്വലി ഇങ്ങനെ ഒരു ബന്ധമുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. നീ അവന്റെ ആരായിരുന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. നീ ഞാനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. സോ എൻ്റെ വഴിയിൽ നീ ഇടപെടാനായിട്ട് വരരുത്. അത് കേട്ട സാബോ ആണെങ്കിൽ ഫയർ ക്രിയേറ്റ് ചെയ്ത് അവന് കാണിച്ചു കൊടുക്കും. നിനക്കിത് ഓർമ്മയുണ്ടോ? വെർജസ് ആണെങ്കിൽ കാര്യമായിട്ട് ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. അതെ, ലൂസിയുടെ ഗെറ്റപ്പില് അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ വെള്ളത്തിലേക്ക് അടിച്ചിട്ടത് അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ സാബോ ആണ്. വെർജസ് ആണെങ്കിൽ കട്ട കലിപ്പില്, ഓ അപ്പൊ നീയാണ് എന്നെ അറ്റാക്ക് ചെയ്ത് ആ ഡെവൽ ഫ്രൂട്ട് കഴിച്ചതല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു ട്രയൽ ഫൈറ്റ് എന്നോളം നീയുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. അത് കേൾക്കേണ്ട താമസം ആങ്കർ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയായിട്ട് അവിടുന്ന് കടന്നു പോവും. സാബോ ലൂഫിയോട് പറയും, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇവരെ ഞാൻ തടയും. അതിന് ലൂഫി അവൻ സാബോയെ നോക്കി ചിരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ പൂർവാധികം ശക്തിയോടുകൂടെ ഞാൻ തിരികെ എത്തും. എൻ്റെ ലക്ഷ്യം ഈ വെർജസ് അല്ല, ആ മെയിൻ വില്ലൻ ഡോഫ്ലമിംഗോ ആണ്. അവനെ എൻ്റെ കൈകൊണ്ട് എനിക്ക് കൊല്ലണം. അത് ഞാൻ റബേക്കയ്ക്കും ഈ നാട്ടിലുള്ള എല്ലാവർക്കും കൊടുത്ത പ്രോമിസാണ്. എനിക്കത് നിറവേറ്റിയേ പറ്റൂന്ന് പറഞ്ഞ് അവനിപ്പോ ആങ്കറിന്റെ കൂടെ അവിടുന്ന് കടന്നു പോകും. ലൂഫിക്കാണെങ്കിൽ വലിയൊരു സമാധാനമുണ്ട്. അവന്റെ ചേട്ടന്റെ ആ ഒരു ഡബിൾ ഫ്രൂട്ടിന്റെ പവർ അത് കിട്ടിയത് സാബോനാണ്. ഇവിടെ വെർജസ് അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ സാബുവിനോട് പറയും, നീ എൻ്റെ കയ്യിൽ തട്ടിയെടുത്ത ആ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ അത് ഞാൻ നിന്നെ കൊന്നു തന്നെ തിരികെ നേടൂന്ന് പറഞ്ഞ് ഒരൊറ്റ അടി കൊടുക്കും. ആ ഒരു അടിയിൽ സാബോ പകുതി തകർന്നു പോവാണ്. പക്ഷെ ഞൊടിയടയിൽ സാബോ അവന്റെ ബോഡി അത് തിരികെ കൊണ്ടുവരാണ്. അവനവന്റെ ഫയർ പവർ ഉപയോഗിച്ച് അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി താഴെയിടും. ആക്ച്വലി വെർജസിനും ആ ഹോക്കി പവർ ഉണ്ട്, പക്ഷെ സാബോയുടെ അത്രയും എഫക്റ്റീവ് അല്ല അവന്റെ ഹോക്കി പവർ. സാബോയ്ക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. വെർജസ് ആക്ച്വലി ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ പിന്നാലെ പോയവനാണ്. പക്ഷേ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ അത് സാബോയുടെ ബോഡിയിലാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ അവൻ സാബോയ്ക്ക് നേരെ തിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവൻ തീർച്ചയായിട്ടും ഡെവിൾ ഫ്രൂട്ട് പവർ ഉള്ളവരെ ഹണ്ട് ചെയ്യുന്ന ഒരു ഹണ്ടറാണ്. ഒരു കാരണവശാലും ഇവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് സാബോ അവൻ വെർജസിനെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ചം അടിക്കും. ഇവിടെ ആങ്കറിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ലൂഫി, നീയല്ലേ ഫൈറ്റ് ചെയ്ത് ആ ഡെവിൾ ഫ്രൂട്ട് അത് സ്വന്തമാക്കിയേ, പിന്നെങ്ങനെ ആ പവർ നിന്റെ ബ്രദറിന് കിട്ടി? അതിനവൻ പറയും, ആക്ച്വലി ലാസ്റ്റ് റൗണ്ടിൽ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തത് എൻ്റെ ബ്രദർ ടാബോ ആണ്. സോ അവൻ ആ ഫ്രൂട്ട് കിട്ടി, അതിന്റെ പവർ അത് അവൻ അവന്റെ ബോഡിയിലേക്ക് സ്വീകരിച്ചു. ആങ്കർ ആണെങ്കിൽ വണ്ടർ അടിച്ച്, നീ എന്തായി പറയണേ? സത്യത്തില് അത് റൂൾസിന് അഗനിസ്റ്റ് അല്ലേ? പക്ഷെ കുഴപ്പമില്ല, എന്റെ ബ്രദറിന്റെ പവർ അത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തിരികെ പിടിച്ചു. അതില് യാതൊരു തെറ്റുമില്ല. ഇപ്പൊ ഞങ്ങളെ രക്ഷിക്കാൻ കൊണ്ട് മാത്രമേ കഴിയൂന്ന് പറഞ്ഞ് അവനിപ്പോ ലൂഫിയായിട്ട് ഉഷാറായിട്ട് ഓടുകയാണ്. ഇതാ ഇവിടെ ഡോഫ്ലമിംഗോ, അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും തല്ലി തല്ലി കൊന്ന് താഴെയിട്ട് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. അവൻ ചുറ്റും നോക്കും ലൂഫി അവൻ എവിടെയാണെന്ന്. ചുറ്റും ഉണ്ടായിരുന്നവരെ എല്ലാവരെയും കൈവച്ച് തട്ടിത്തെറിപ്പിച്ച് അവനങ്ങനെ ഫയറായിട്ട് നിൽക്കുകയാണ്. എൻ്റെ ലക്ഷ്യം നിങ്ങളല്ല, നിങ്ങളുടെ എല്ലാവരുടെയും രക്ഷകനായിട്ട് വന്ന ആ ലൂഫിയാണെന്ന് പറയും. ഇവിടെ ആങ്കർ ലൂഫിയായിട്ട് മുൻപോട്ടേക്ക് ഓടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.